ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 1. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഫ്രട്ടേസിയുടെ ഗോളിനെ കുറിച്ചൊക്കെ നമ്മൾ പാർട്ട് 1 തന്നെ സംസാരിച്ചു. ആ വിന്നിംഗ് ഗോൾ എങ്ങനെയാണ് വന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഈ വീഡിയോയിൽ സംസാരിക്കില്ല. എന്തായാലും സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക. മാത്രമല്ല ബാഴ്സലോണ ഫാൻസ് വീഡിയോ കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പോഴും ഒരു വിങ്ങലായി തന്നെ അവിടെ മനസ്സിൽ ഈ ഒരു മത്സരം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് ജയിച്ചതായിരുന്നു. 2.5 മിനിറ്റ് കൂടി ഡിഫെൻഡ് ചെയ്താൽ മതിയായിരുന്നു, ഗെയിം മാനേജ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു വല്ലാത്ത വിങ്ങലായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ കാണാൻ പറ്റുക? അതൊക്കെ സ്വാഭാവികമുള്ള സംഭവം തന്നെയാണ്. എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻ്ററിൻ്റെ ഈ വിജയം ഒരു എംഫാറ്റിക് വിക്ടറി തന്നെയാണ്. ഇൻസാഗി എന്ന് പറയുന്ന കോച്ച് ഒരു എലീറ്റ് കോച്ചാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എലീറ്റ് കോച്ച്. ഒരുപാട് സൂപ്പർ താരങ്ങളൊന്നും അവിടെ ഇല്ല. കുറേ വയസ്സായിട്ടുള്ള ആളുകളാണ്. കുറേ പേരെയൊക്കെ ഫ്രീ ട്രാൻസ്ഫറാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരെയൊക്കെ കൂട്ടി വെച്ചിട്ട് ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ. അവരിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രിറ്റ്, ആ പാഷൻ, ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി, അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. മാത്രമല്ല ആളൊരു ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ കൂടിയാണ്. അവരുടെ ആ ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അവരുടെ കൗണ്ടർ അറ്റാക്കിങ് രീതികൾ ഭയങ്കര രസമാണ്. അവർ ലോങ് ബോളുകൾ കൊടുക്കുന്നതിനൊക്കെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ബാഴ്സലോണയുടെ ആ ഒരു ഹൈലൈൻ എങ്ങനെയാണ് അവർ ബ്രീച്ച് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നെ ശരിയാണ്, സെക്കൻഡ് ഹാഫിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ പാസീവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഇടങ്ങറാകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവരെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ ബാഴ്സലോണ 3ാമത്തെ ഗോൾ അടിച്ചവർ വിജയിച്ചു എന്ന് കരുതിയപ്പോഴാണ് ഇന്റർ മിലാൻ തനി സ്വരൂപം വീണ്ടും പുറത്തെടുത്തത്. അങ്ങനെ അങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റില്ല, നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയുള്ളൊരു സൈഡാണ് അവർ. ആ ഈക്വലൈസർ ഇഞ്ചുറി ടൈമിൽ അടിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇൻസാഗിയുടെ സബ്ബുകൾ ഈ മത്സരത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണ ഫുൾ ഓൺ കൺട്രോൾ ഇങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോളടിക്കുന്ന രീതിയിലാണ് ബാഴ്സലോണ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ആ ഗോളും അടിച്ചു. പക്ഷേ അതിനിടയിൽ ഈ ഇൻസാഗി വരുത്തിയിട്ടുള്ള ചേഞ്ചസ് പിന്നീട് മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് തരേമിയെ കൊണ്ടുവന്നതാണെങ്കിലും ഫ്രട്ടേസിയെ കൊണ്ടുവന്നതാണെങ്കിലും സെലിൻസ്കിയെ കൊണ്ടുവന്നതാണെങ്കിലും അതിനൊക്കെ ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. നേരെ മറിച്ച് ഹാൻസി ഫ്ലിക്കിൻ്റെ ചേഞ്ചസ് അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല. കാരണം വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് സംബന്ധിച്ചോളം അത്ര വലിയ ഓപ്ഷൻസും ബെഞ്ചിലുണ്ടായിരുന്നില്ല. ആ ഒരു തിൻ സ്ക്വാഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഇന്ററിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ ലമീൻ യമാലിലേക്ക് ബോൾ അങ്ങോട്ട് കാര്യമായിട്ട് എത്തിക്കാണ്ടിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ ബിൽഡപ്പൊക്കെ ആ ലെഫ്റ്റിലൂടെ നടക്കാൻ അവർ ആ രീതിയിൽ അങ്ങോട്ടേക്ക് തള്ളിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ 31 ടച്ചസ് മാത്രമേ ലമീൻ യമാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഡ്രിബിൾ ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താണ്, അവിടെ ഡിമാർക്കൊക്കെ കുറച്ചുകൂടി അലേർട്ടായിരുന്നു. ഡിമാർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ് ബാക്കായിട്ട്, റൈറ്റ് വിങ് ബാക്കായിട്ട് ഡംഫ്രീസ് തന്നെ. പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ചെർബി, ബസ്തോനി, ബിസേക്ക്, പവാഡ് ഫിറ്റല്ലായിരുന്നല്ലോ. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചലനോലു, അതേപോലെ തന്നെ നമ്മുടെ ബരേല, ഒപ്പം മക്കറ്റാരിയൻ, തുറാമും ലൗതറോ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹ്യൂജ് ബൂസ്റ്റാണത് ഇന്റർ സംബന്ധിച്ചോളം. ബാഴ്സലോണ സംബന്ധിച്ചോളം എന്താണ്, ലെവൻഡോസ്കി ബെഞ്ചിലായിരുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഫിറ്റ്നസ് ഇല്ല. ഫെറാൻ ടോറസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. റഫീഞ്ഞ, ലമീൻ യമാൽ, ഓൾമോ 10 ആയിട്ട്, പെഡ്രി, ഫ്രങ്കി ഡിയോങ് ഡബിൾ പിവോട്ടിൽ. ഫുൾ ബാക്കുകളായിട്ട് ജെറാർഡ് മാർട്ടിനെ ട്രസ്റ്റ് ചെയ്യുകയാണ് ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ നമ്മുടെ ചങ്ങായി ഹാൻസി ഫ്ലിക്ക്. കാരണം വെച്ചാൽ വൈഡോട്ടിനെതിരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നില്ല, ജെറാർഡ് മാർട്ടിനെ തന്നെ കളിപ്പിക്കുന്നു. അതൊരു ബിഗ് ഗാമ്പിളാണ്. ആ ഗാമ്പിൾ എടുക്കുന്നു ഒരു ബിഗ് മത്സരത്തിൽ. പക്ഷേ വേറെ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. ഉണ്ടെങ്കിൽ എന്താണെന്ന് ഇനീഗോ മാർട്ടിൻസിനെ അങ്ങോട്ടേ കളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനീഗോ മാർട്ടിൻസ് സെൻറ്റർ ബാക്കായിട്ട് തന്നെ കളിക്കുന്നു. ആരോടൊപ്പം? കുബാർസിയോടൊപ്പം. റൈറ്റ് ബാക്കായിട്ട് ജൂൾസ് കുണ്ടേ ഇല്ല, അപ്പോൾ എറിക് ഗാർസിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂൾസ് കുണ്ടേ ഇല്ലാത്തതും അലഹാൻഡ്രോ ബാൽഡെ ഇല്ലാത്തതും ബിഗ് മിസ്സസ് ആണ് ബാഴ്സലോണ. അവനെ ഷെസ്നി കീപ്പറായിട്ട്. അപ്പോൾ ഇതാണ് ബാഴ്സലോണയുടെ ലൈനപ്പ് ഉണ്ടായിരുന്നത്. ലമീൻ 31 ടച്ചസ് ഫസ്റ്റ് ഹാഫിൽ എടുത്തുള്ളൂവെങ്കിലും മത്സരം കഴിഞ്ഞപ്പോൾ 124 ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലമീൻ യമാൽ ഒരു ജനറേഷണൽ ടാലൻ്റാണ്. 18 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. എന്താ പെർഫോമൻസ്, എന്താ ബ്രേവറി, എന്താ കളി കാണാൻ രസം. 14 ഡ്രിബിളുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഗോൾ അടിച്ചില്ല. പക്ഷേ ആ ഒരു സൊല്യൂഷൻ ചങ്ങയുടെ കയ്യിലുണ്ട്, ബോൾ കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു പ്ലെയർ വേണ്ടേ? അപ്പോൾ ഇതൊരു ജനറേഷണൽ പ്ലെയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറേഷണൽ ടാലൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ചങ്ങായിന് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും, എത്രത്തോളം ആ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നതൊക്കെ കണ്ടിരുന്ന സംഭവമാണ്. പക്ഷേ ഒടുക്കത്തെ ടാലൻറ്റ്, അന്യായ ടാലൻ്റാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ചില മൊമെൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ
ഡംഫ്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡംഫ്രീസിലേക്കുള്ള ലോങ് ബോൾ ഒരു ടാക്റ്റിക് ആണല്ലോ. മാത്രമല്ല ഈ ബാഴ്സലോണയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യണം എന്നുള്ളൊരു തന്ത്രമുണ്ട്. പക്ഷേ ഓഫ് സൈഡും കാര്യങ്ങളൊക്കെ ബാഴ്സലോണ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർ മിലാൻ തുറാമൊക്കെ പലപ്പോഴും ഓഫ് സൈഡ് ആകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അവിടെ ഒരു യൂഷ്വൽ ശൈലിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഒന്ന്, ലോങ് ബോൾ വരുന്നു. യാൻ സോമറാണ് കൂടുതലും ലോങ് ബോളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നത്. ആ ലോങ് ബോൾ വരുന്നു, ഹാഫ് ലൈനിൻ്റെ അടുത്ത് പിന്നെ സെക്കൻഡ് ബോൾ ഇന്റർ മിലാൻ വിൻ ചെയ്യണം. അപ്പോൾ ലോത്താറോ മാർട്ടിനസ് ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഡംഫ്രീസ് അപ്പുറത്ത് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡംഫ്രീസിന് പിക്ക് ചെയ്യുന്നു. അവിടെ ഡംഫ്രീസ് സംബന്ധിച്ചോളം ബോക്സിലേക്ക് എത്തിയിട്ട് ആ ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ ഒന്ന് പാളിപ്പോയി. ആൾ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്തില്ല. പിന്നെ അഗെയിൻ ബാഴ്സലോണയുടെ ഓഫ് സൈഡ് ട്രാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബിഷേക്കാണ് റഫീനിയുടെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റഫീനിയുടെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ട് ലൗതാരോയിലേക്ക് എത്തി. ലൗതാരോയെ സംബന്ധിച്ചോളം ലൗതാരോ തുറാമിനെ പിക്ക് ചെയ്തപ്പോഴേക്കും ഓഫ് സൈഡ് ട്രാപ്പ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലമീൻ യമാലിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തുറാമിന് ഒരു ചാൻസ് കിട്ടിയിരുന്നു. മെക്കറ്റാരിനെ അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടുള്ള ഒരവസരത്തിൽ. പക്ഷേ തുറാമിനത് ഒരു ക്ലീൻ കണക്ഷനും കാര്യങ്ങളും ഇല്ല. അദ്ദേഹത്തിന് ഒരു പാസിംഗ് ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ചൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഇന്റർ മിലാൻ്റെ മൂവ്, അത് സോമർ ഡിമാർക്കൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഈ ഇന്റർ മിലാൻ്റെ ഡിഫൻസിൽ നിന്നുള്ള ബസ്തോണിയുടെ റൺ നമ്മൾ കാണുകയാണ്. അവിടെ ഡിമാർക്കോ വൺ ടച്ചിൽ ബസ്തോണി റിലീസ് ചെയ്യുന്നു. ബസ്തോണി അതുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംബന്ധിച്ചാൽ എറിക് ഗാർസിയ കുറച്ച് ലേറ്റായിട്ടാണ് ഡിമാർക്കോയിലേക്ക് പ്രസ് ചെയ്യാൻ ചാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഡിമാർക്കോക്ക് ആ വൺ ടച്ചിൽ റിലീസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ വൺ ടച്ചിൽ റിലീസ് ചെയ്തു. ആർക്ക്? ബസ്തോണി. കാരണം ബസ്തോണി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അതിന് ശേഷം അവിടെ എറിക് ഗാർസിയ ഇല്ല. അപ്പോൾ ഫ്രങ്കി ഡിയോങ് ആണ് ആ റൈറ്റ് സൈഡിൽ കവർ ചെയ്യുന്നത് എറിക് ഗാർസിയക്ക് പകരം. മക്കറ്റാരിനേക്ക് പാസ് കൊടുക്കുന്നു. മക്കറ്റാരിനെ അവിടെ നിന്ന് നല്ലൊരു ക്രോസ് ബോക്സിൽ കൊടുത്തു. അപ്പോൾ ഇനീഗോ മാർട്ടിൻസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു, സ്ലൈഡ് ചെയ്തൊന്ന് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അതൊരു ടിപ്പിക്കൽ ഇന്റർ മിലാൻ മൂവാണ്. ആ പ്രസ്സിന് ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷം അവരുടെ ഒരു ക്വിക്ക് പാസിങ്ങിലൂടെ ഒപ്പം സെൻറ്റർ ഡ്രൈവിംഗ് റൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസാഗിയുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ അഗെയിൻ കോർണർ കിക്കുകളും കാര്യങ്ങളൊക്കെ ഇന്റർ മിലാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു അവസരത്തിൽ ഈ ലമീൻ യമാലിൻ്റെയൊക്കെ വർക്ക് റേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇന്റർ മിലാൻ്റെ ഒരു കോർണർ സിനാരിയോ ആണ്. അത് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ ലെഫ്റ്റിൽ നിൽക്കുന്ന ഡിമാർക്കോയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ലമീൻ യമാൽ ഡിമാർക്കോയുടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു. വീണിട്ടും അതുമായിട്ട് തിരിഞ്ഞു പോയിട്ട് കൗണ്ടർ അറ്റാക്കിങ് തുടങ്ങുകയാണ്. പെഡ്രിക്ക് ബോൾ കൊടുത്തു. പെഡ്രി പക്ഷേ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ഇന്റർ മിലാൻ്റെ പ്രസ്സിംഗ് വെച്ചായിരുന്നു. ഞാൻ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ലെഗിലെ പോലെ വളരെ പാസീവായിട്ട് കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. കുറച്ച് പ്രസ് ചെയ്യണം സാൻ സിറോയിൽ, ക്രൗഡിന് മുമ്പിൽ. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്കെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പെഡ്രി പ്രസ് ചെയ്യുന്നു. പെഡ്രി പിന്നെ സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചത് ബിസേക്കിലാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം തൊലഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ നിക്കോ ബരേലയുടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, എന്താണ് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി! അങ്ങനെ ഇന്റർ മിലാൻ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ബരലേക്ക് കൊടുത്തപ്പോൾ ഇനീഗോ മാർട്ടിൻസിൻ്റെ മുകളിലൂടെ ബോൾ എടുത്തിട്ട് വാട്ട് എ ഷോട്ട് മാൻ! അത് ഷെസ്നി സേവ് ചെയ്യുന്നു. 21-ാമത്തെ മിനിറ്റിൽ ഇന്റർ മിലാൻ ഗോൾ അടിക്കുകയാണ്. ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, അതിൽ ഇന്ററിനെ സംബന്ധിച്ചോളം അവർ ബാഴ്സലോണ പിന്നെ ഹാഫ് ലൈനിൻ്റെ അടുത്തേക്ക് പാസ് കൊടുത്തപ്പോൾ അവിടെ കയറി വന്നിട്ട് വിൻ ചെയ്യുന്നുണ്ട്. ഡിഫൻസിൽ നിന്ന് കയറി വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു. പക്ഷേ അഗെയിൻ ആ ബോൾ പിന്നെ പെഡ്രി കൗണ്ടർ പ്രസ് ഒക്കെ ചെയ്തിട്ട് ഇന്റർ മിലാൻ്റെ അടുത്ത് വിൻ ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ ബാഴ്സലോണ അഗെയിൻ പൊസിഷൻ അണ്ടർ കൺട്രോളാണ്. ഫ്രങ്കിക്ക് പാസ് കൊടുക്കുന്നു. ഫ്രങ്കി അത് ഓൾമോ കൊടുക്കുകയാണ്. ഓൾമോയുടെയൊക്കെ അടുത്തെത്തിയപ്പോൾ ഓൾമോ ഇത്തിരി ഒന്ന് സ്ലോപ്പിയായി. കുറേ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട്. യൂഷ്വലി പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഈവൻ ഓൾമോയും പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ അവിടെ ഡിമാർക്കോയാണ് ചങ്ങായിയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നത്. അത് ഡിമാർക്കോ എങ്ങനെ അവിടെ നിന്ന് ആ രീതിയിൽ അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യാൻ വന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ അവിടെ എന്താണ്, ആ ഒരു ഹയർ അപ്പ് ദ പിച്ച് പ്രസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഡിമാർക്കോ ബോൾ വിൻ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഡംഫ്രീസിനെ റിലീസ് ചെയ്യുന്നു. ഡംഫ്രീസിൻ്റെ റൺ അവിടെ ബ്യൂട്ടിഫുള്ളാണ്. അത് ഒരു വിങ് ബാക്ക് ടു അനദർ വിങ് ബാക്ക് സെൻട്രൽ ഏരിയയിൽ ഡംഫ്രീസ് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ ലോത്താറോ മാർട്ടിനസ് ഫ്രീ ആയിട്ട് ഓടുന്നത് കാണുന്നുണ്ട്. ഈസി പാസ് പിക്ക് ചെയ്യുന്നു. ഈസി ഫിനിഷ് ലോത്താറോ മാർട്ടിനസിനെ ഇന്റർ മിലാൻ ലീഡ് എടുക്കുന്നു. പക്ഷെ അവിടെ ഓൾമോ ഹാഡ് എ ടെറിബിൾ ഫസ്റ്റ് ഹാഫ്, വളരെ മോശം ഫസ്റ്റ് ഹാഫ്. അങ്ങനെ 25-ാമത്തെ മിനിറ്റിൽ ഒരു ഹാൻഡ് ബോൾ അപ്പീൽ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് വരികയാണ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൽ പെഡ്രിയും എറിക് ഗാർസിയും തമ്മിലുള്ള നല്ലൊരു 1-2 കളിച്ചതിന് ശേഷം പെഡ്രി ബോക്സിലേക്ക് എത്തുന്നു. ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുത്തപ്പോൾ അത് അച്ചെരുബി വീണപ്പോൾ അച്ചെരുബിയുടെ കയ്യിൽ തട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാദം ഉന്നയിക്കുന്നത്. പക്ഷേ അതൊക്കെ ആക്സിഡൻ്റൽ സാധനമാണ്. അതൊന്നും ഒരിക്കലും ഒരു ക്ലിയർ ഹാൻഡ് ബോൾ അല്ല. ചെക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ ചെക്കിനായിട്ട് കുറച്ച് സമയം വേസ്റ്റ് ചെയ്തതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ആ ഒരു മൊമെൻ്റ് കഴിഞ്ഞു. പിന്നീട് 27-ാമത്തെ മിനിറ്റിൽ ഇന്ററിൻ്റെ ഒരു അറ്റാക്ക്, ആ അറ്റാക്ക് തിരിച്ച് ബാഴ്സലോണയുടെ ഒരു അറ്റാക്കിലേക്ക് മാറുന്ന അവസരം കണ്ടത്. ആ രീതിയിൽ എൻഡ് ടു എൻഡ് സ്റ്റഫ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഡിമാർക്കോയുടെ ലോങ് ബോൾ ആ ഹാഫ് ലൈനിൻ്റെ അടുത്ത് തുറാമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുറാം ചെസ് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു ബരയിലേക്ക്. ബരയിൽ അത് റൈറ്റിലേക്ക് നീക്കുന്നു, ഡംഫ്രീസിലേക്ക്. ഡംഫ്രീസ് അത് സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചതാണ്.
ലെഫ്റ്റ് റൺ ചെയ്യുന്ന പ്ലെയറിലേക്ക്. പക്ഷേ അത് ഫ്രങ്കി ഡിയോങ് നല്ല രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഫ്രങ്കി ഡിയോങ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇൻസാഗി തന്നെ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ പെർഫോമൻസിനെ വേൾഡ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ രീതിയിൽ ഡിഫെൻസീവിലും ഒഫെൻസീവിലും ഫ്രങ്കി ഡിയോങ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രകടനമായിരുന്നു. അപ്പോൾ അവിടെ ഫ്രങ്കി എന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നു. അത് പിന്നെ പെഡ്രി ഏരിയൽ ഡ്യൂലോടെ വിൻ ചെയ്യുന്നു. എന്നിട്ട് ലമീൻ യമാലിലേക്ക് എത്താണ് ഹാഫിൻ്റെ അടുത്ത്. ലമീൻ യമാലിൻ്റെ പാസ് വാസ് എക്സ്ക്വിസിറ്റ് പാസ്, ലൈൻ ബ്രേക്കിംഗ് പാസ്. ഇന്റർ മിലാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഡാനിയൽ മെലേക്ക് എത്താണ്. ഡാനിയൽ മെക്ക് അവിടെ ബെറ്റർ പാസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ സൾക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ മോശമായിരുന്നു. ആ രീതിയിലാണ് ഓൾമോഡ് പെർഫോമൻസിനായിരുന്നു ഫസ്റ്റ് ഹാഫിലേത്. പിന്നെ നിക്കോ ബരേലെ പിക്ക് പോക്കറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു. അണ്ടർ കൺട്രോൾ ഇരിക്കേണ്ട സാഹചര്യത്തിൽ ബരേലയുടെ ബോൾ വിൻ ചെയ്യണം. ലെഫ്റ്റ് വിങ്ങിൽ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് ബാഴ്സലോണ. പക്ഷേ എന്നിട്ട് ആ ക്രോസ് ബോക്സിലേക്ക് റഫീനയുടെ ക്രോസാണ് വന്നതാണ് എൻ്റെ ഓർമ്മ. അത് പക്ഷേ ബസ്തോനി ഗ്രേറ്റ് ബ്ലോക്കാണ്. ബസ്തോനി വാട്ട് എ പെർഫോമൻസ് മാൻ. ഒരു മാൻ മൗണ്ടൻ ആയിരുന്നു ബസ്തോനി. ബസ്തോനി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വാട്ട് എ ഡിഫൻഡർ മാൻ. ആളുടെ ബോൾ പ്ലേയിങ് എബിലിറ്റി, ആളുടെ ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള എബിലിറ്റി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻഡർ എന്ന രീതിയിൽ ഒരു ടിപ്പിക്കൽ ഇറ്റാലിയനെ പോലെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങയാണ്. ഒരു പ്രോപ്പർ അസൂരിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്. ലമീൻ യമാൽ ഡിമാർക്കോയൊക്കെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം. ചിലപ്പോഴൊക്കെ സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ അപ്പോൾ തന്നെ ഡിമാർക്കോയെ മാറ്റി. പക്ഷേ ബസ്തോനിയെ 1-2 അവസരങ്ങൾ മാത്രമേ അദ്ദേഹത്തെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ മറികടന്ന് ഔട്ട് സൈഡിലൂടെ പോകാനുള്ള ശ്രമങ്ങൾ ബസ്തോനി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ടാക്കിൾ ബോക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ലമീൻ യമാൽ വീണ് പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. ലമീൻ യമാലിൻ്റെ ഭാഗത്ത് നിന്ന് പെനാൽറ്റി ഷൗട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലീൻ ഡിഫെൻഡിങ് ആണ്. ഓൾഡ് ഫാഷൻഡ് ക്ലീൻ ഡിഫെൻഡിങ്. അതാണ് നമുക്ക് ബസ്തോനിയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. ഗ്രേറ്റ് ഫുട്ബോളറാണ്, അണ്ടർ റേറ്റഡ് ഡിഫൻഡറാണ്. അപ്പോൾ അവിടെ ആ ഒരു ഗ്രേറ്റ് ബ്ലോക്ക് ചങ്ങായി ഫ്ലോ ഓഫ് ചെയ്യുന്നു. പിന്നെ ലമീൻ യമാൽ എറിക് ഗാർസിയ കോമ്പിനേഷനിൽ ആ ഒരു റൈറ്റ് സൈഡിൽ നമ്മളൊരു നല്ലൊരു ബാഷ്മ മൂവ് കാണുന്നു. ഗാർസിയുടെ നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അഗെയിൻ ഓൾമോ കാര്യമായിട്ടത് യൂട്ടിലൈസ് ചെയ്തില്ല. നല്ലൊരു ക്രോസ് ആയിരുന്നു. പിന്നെ അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ബാഷ മൂവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൗണ്ടർ പ്രസ് ചെയ്യുന്നു, ബാഴ്സലോണ ഹാഫിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു. പിന്നെ പെഡ്രി മാജിക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈസിലി ആൾ ബോൾ കൊണ്ട് ഗ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇന്റർലാൻഡ് പ്ലെയർ മറികടന്ന് പോയിട്ട് ഓൾമോ കൊടുക്കുന്നു. ഓൾമോ ലമീനെ പിക്ക് ചെയ്യുന്നു. ലമീൻ്റെ അറ്റംപ്റ്റ്, റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള അറ്റംപ്റ്റ് അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കളയുന്നു. അപ്പോൾ ആ രീതിയിൽ ചാൻസുകൾ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെക്കാലിസിൻ്റെ ഒരു വോളി അദ്ദേഹം ജസ്റ്റ് വൈഡായി കളയുന്ന ഒരു അവസരം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്തോനിയുടെ ടാക്കിൾ ഓൺ ലമീൻ യമാൽ വാസ് ക്ലാസ്. അതേപോലെ തന്നെ ചലനൂലിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ത്രോയിൽ നിന്ന് ബോക്സിൽ ഏരിയൽ ഡ്യൂൽ വിൻ ചെയ്യുന്നത് ഇന്റർ മിലാനാണ്. ഏരിയൽ ഡ്യൂവൽ, ഫിസിക്കാലിറ്റി, ഇതൊക്കെ ഇന്റർ മിലാൻ്റെ ടോപ്പ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ ആ ക്ലിയറൻസ്, ബാഴ്സലോണയുടെ ക്ലിയറൻസ് ചെന്ന് വീഴുന്നത് ബോക്സിൽ തന്നെ വയ്ക്കുന്ന ചലനൂലിലേക്കാണ്. പക്ഷേ അതിൻ്റെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോയി. പിന്നെയാണ് പെനാൽറ്റി ബാഴ്സലോണ കൺസിഡർ ചെയ്യുന്നത് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്. അതഗെയിൻ സ്ലോപ്പി പ്ലേ ആണ് ജെറാർഡ് മാർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ബാഴ്സലോണ അണ്ടർ കൺട്രോൾ, അവർ പൊസിഷനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജെറാർഡ് മാർട്ടിലേക്ക് പാസ് കൊടുത്തപ്പോൾ ജെറാർഡ് മാർട്ടിനും ഇനിഗോ മാർട്ടിനും ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുകയാണ്. അത് വീണ്ടും ഇനിഗോ മാർട്ടിൻസ് ജെറാർഡ് മാർട്ടിലേക്ക് പാസ് കൊടുത്തപ്പോൾ ഹാഫിൻ്റെ അടുത്ത്, ആ ത്രോയിൻ്റെ അടുത്ത് ആളുടെ ഫസ്റ്റ് ടച്ച് വാസ് ഓഫുൾ. ഇന്റർ മിലാൻ പൗണ്ട് ചെയ്യുന്നു. പിന്നെ ആൾ പാസ് കൊടുക്കുന്നത് നേരെ ഇന്റർ മിലാൻ്റെ പ്ലെയറിലേക്കാണ്. ഇന്റർ മിലാൻ്റെ പ്ലെയറിൻ്റെ പാസ് കട്ട് ചെയ്യാൻ പെഡ്രി ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അങ്ങനെ മെക്കറ്റാരിയനിലേക്ക് എത്തിയപ്പോൾ മെക്കറ്റാരിയൻ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന ഈ ലൗതാറോ മാർട്ടിനെ പിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, ബാഴ്സലോണ അവിടെ പൊസിഷൻ നഷ്ടപ്പെടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ആ മിഡ്ഫീൽഡിലുള്ള ലാക്ക് ഓഫ് അത്ലറ്റിസം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുബാർസി അവിടെ കമ്മിറ്റഡ് ചാലഞ്ച് നടത്തണം ലൗതാറോ മാർട്ടിൻസിനെ തടയാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനീഷ്യലി നമ്മളൊക്കെ വിചാരിച്ചത് ഒരു ഗ്രേറ്റ് ടാക്കിൾ എന്നുള്ള രീതിയിലാണ് കുബാർസിയുടെ ഭാഗത്ത്. പക്ഷേ ലൗതാറോ മാർട്ടിൻസ് അവിടെ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന് അറിയാം എന്തിനാണ് അദ്ദേഹം വീണ് കിടക്കുന്നത് എന്നുള്ളത്. ഒബ്വിയസ്ലി ആ പെനാൽറ്റി ചെക്ക് നടത്തണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംഭവം തന്നെയാണ്. ഇന്റർ മിലാൻ പ്ലേയേഴ്സ് അതിനായിട്ട് പറയുന്നുണ്ട്. മാർച്ചിനിയാക്ക് എന്ന് പറയുന്ന റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു. അതൊരു ക്ലീൻ പെനാൽറ്റിയാണ്. കാരണം വെച്ചാൽ അവിടെ ക്ലെവറായിട്ടാണ് ലൗതാറോ മാർട്ടിൻസ് ആ കാലം അവിടെ വെച്ചിട്ടുള്ളത്. ആ കോൺടാക്റ്റിനായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ കാല് പ്ലേസ് ചെയ്യുന്നുണ്ട്. അവിടെ കുബാർസി വന്ന് സ്ലൈഡ് ചെയ്ത് വരുന്നു, ബോൾ കിട്ടുന്നില്ല. കാലാണ് ആദ്യം കിട്ടുന്നത്. പെനാൽറ്റിയാണ്, ഒന്നും ചെയ്യാനില്ല. പക്ഷേ അൺലക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ജെറാർഡ് മാർട്ടിൻ എന്ത് തേങ്ങയാണ് ചെയ്യുന്നുള്ള ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു ഗാമ്പിൾ അത് തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാഴ്സലോണ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇൻസാഗിയുടെ ടാക്ടിക്സ് സ്പോട്ട് ഓൺ ആകുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഡംഫ്രീസിനെ യൂസ് ചെയ്തിട്ടുള്ള രീതി, അതേപോലെ തന്നെ അവർ ഫസ്റ്റ് ലെഗിലെ പോലെ വല്ലാതെ പാസീവായിട്ട് വല്ലാതെ പുറകിലേക്ക് ഇറങ്ങിയിട്ടല്ല കളിക്കുന്നുണ്ടായിരുന്നത്. ചില ഒക്കേഷൻസിൽ അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ കൗണ്ടർ പ്രസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബാഴ്സലോണയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഗോൾ വന്നിട്ടുള്ള രീതി എന്ന് കഴിഞ്ഞാൽ അതിലും ആ ഒരു കൗണ്ടർ പ്രസ്സിങ് അവർ യൂസ് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഡംഫ്രീസിൻ്റെ റണ്ണുകൾ, ആ ഒരു ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള അവരുടെ ശ്രമം,
അതിൽ ചിലതൊക്കെ വർക്കൗട്ടാകുന്ന നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെന്താണ് ആ ബാക്കിൽ നിന്ന് അവർ ബിൽഡ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അതിൽ തന്നെ അവർ ആ പ്രസ്സിനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് സോമർക്ക് ബോൾ കൊടുക്കുന്നു. സോമറാണ് പിന്നെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ലോങ് ബോൾ ആണെങ്കിലും ഈവൻ ഷോർട്ട് പാസുകളാണെങ്കിലും സോമറിലേക്ക് എത്തിയിട്ട് സോമറാണ് പിന്നീട് പിന്നെ ആ ഒരു പാസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഗാർസിയുടെയൊക്കെ ഞാൻ പറഞ്ഞു ഒരു മൂവിൽ ഗാർസിയുടെയൊക്കെ ലേറ്റ് അറൈവലിനൊക്കെ എങ്ങനെയാണ് അവർ ബീറ്റ് ചെയ്ത് പോയത്, ആ ഒരു സെൻറ്റർ ബാക്കുകളുടെ റണ്ണ്, അതൊക്കെ ഈ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രാക്കിൽ വളരെ പാടുള്ള സംഭവമാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയായിരുന്നു കഥയെങ്കിലും സെക്കൻഡ് ഹാഫിൽ കഥ മാറി. ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം മാറ്റി. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡാനി ഓൾമോ ഫസ്റ്റ് ഹാഫിൽ മോശമായിരുന്നു, ജെറാർഡ് മാർട്ടിൻ ഓഫുള്ളായിരുന്നു. പക്ഷേ ഈ രണ്ടുപേരും എന്താണാവോ ഹാൻസി ഫ്ലിക്ക് ഉമ്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ രണ്ടുപേരും സ്റ്റെപ്പ് അപ്പ് ചെയ്തു. രണ്ടുപേരും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ. ജെറാർഡ് മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു 80-85 മിനിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. 2 അസിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ബാഴ്സലോണ മത്സരത്തിൽ തിരിച്ചു വരുന്നത്, അവരുടെ ആ ഒരു കംബാക്ക് ഒരിക്കൽ കൂടി ആ ഒരു കംബാക്ക് നടത്തുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ആ കംബാക്കിന് തുടക്കം കുറിക്കുന്ന രീതിയിലായിരുന്നു എറിക് ഗാർസിയയുടെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ ഒരു താക്ടിക്കൽ സംഭവം വരുത്തിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ റഫീനിയോട് കുറേ കൂടി ഇൻസൈഡായിട്ട് കളിക്കാൻ പറയുകയാണ്, കുറേ കൂടി ഇൻസൈഡായിട്ട്. അപ്പോൾ എന്താണ് ബിസേക്കും ഡംഫ്രീസും പിന്നെ റഫീനിയയിലേക്ക് പിന്നെ അട്രാക്ട് ചെയ്ത് പോകുന്ന അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ജെറാർഡ് മാർട്ടിന് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജെറാർഡ് മാർട്ടിൻ അങ്ങനെ വിടാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്റർ മിലാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജെറാർഡ് മാർട്ടിന് അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഒരു പ്രതീതി അവർക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു കണക്കൂടൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നതില്ല, എറിക് ഗാർസിയുടെ ഗോൾ വന്നതില്ല, ഫാബുലസ് ഫിനിഷാണ്. പക്ഷേ ആ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, പെഡ്രിയുടെ ബോക്സുകളുടെ പാസ് ഇന്റർ മിലാൻ ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ അത് അഗെയിൻ പെഡ്രിയിലേക്ക് എത്തുമ്പോൾ പെഡ്രി അത് ജെറാർഡ് മാർട്ടിന് കൊടുക്കുകയാണ്. ജെറാർഡ് മാർട്ടിന് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ. അദ്ദേഹം ഒരു ലോ ക്രോസിനുള്ള ശ്രമം നടത്തുന്നു, അത് ഡിഫെൻഡ് ചെയ്യുന്നു. അഗെയിൻ അത് ജെറാർഡ് മാർട്ടിലേക്ക് തന്നെ എത്തുകയാണ്. ജെറാർഡ് മാർട്ടിൻ ഇത്തവണ ലോ ക്രോസ് അല്ല കൊടുക്കുന്നത്, ഒരു പിന്നെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് ഈ എറിക് ഗാർസിയുടെ റൺ അവിടെ ഇന്റർ മിലാൻ കാണുന്നില്ല. എറിക് ഗാർസിയ വന്നിട്ട് ഒരു വോളി അടിച്ച് കയറ്റിയാണ്. വാട്ട് എ വോളി മാൻ, വാട്ട് എ ഫിനിഷ് മാൻ. എറിക് ഗാർസിയ ഓൾസോ ഹാഡ് എ ഗുഡ് ഗെയിം, സോളിഡ് ഗെയിം. ലമീൻ യമാലിന് വേണ്ടിയിട്ട് അണ്ടർലാപ്പിംഗ് റണ്ണും ഓവർലാപ്പിംഗ് റണ്ണുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഫിനിഷ് വാസ് എക്സ്ക്യൂസീവ്. അവിടെ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു കിടിലൻ ചാൻസ് കിട്ടി. ആർക്ക്? എറിക് ഗാർസിയക്ക് തന്നെ. അത് ഇന്റർ മിലാൻ്റെ കോർണറിൽ നിന്ന്. പ്രിവ്യൂവിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ കോർണറുകളിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണല്ലോ ഇന്റർ മിലാൻ്റെ കോർണറുകളിൽ നിന്ന്. അപ്പോൾ ലെമീനെ പോലെ അല്ലെങ്കിൽ റഫീനിയെ പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് മുന്നോട്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വല്ലാണ്ട് മുന്നോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ലമീനെ, ആ ഒരു എഡ്ജ് ഓഫ് ദി ബോക്സിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബാഴ്സലോണ അത് ഡിഫെൻഡ് ചെയ്യുന്നു, ലമീൻ യമാലിലേക്ക് എത്തുന്നു. അവിടെ ഇന്റർ മിലാൻ്റെ പ്ലെയർ ലമീൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ലമീൻ അനായാസം ആ ചാലഞ്ച് മറികടന്ന് പോവാണ്. അപ്പോൾ അവിടെ ഇന്റർ മിലാൻ ഭയങ്കര കമ്മിറ്റഡാ, കാരണം ഒരുപാട് പ്ലേയേഴ്സ് ആ ഒരു കോർണറിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ലമീൻ യമാൽ ജെറാർഡ് മാർട്ടിനെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു 3v2 സിറ്റുവേഷനാണ്. 3v2 സിറ്റുവേഷൻ. ജെറാർഡ് മാർട്ടിൻ, പിന്നെ പെഡ്രി, അതുപോലെ എറിക് ഗാർസിയ. അവിടെ നല്ല രീതിയിൽ അവർ പാസ് ചെയ്യുന്നു. പെഡ്രിയുടെ ചോയ്സ് ഓഫ് പാസ് ഫാന്റാസ്റ്റിക് ആണ്. ജെറാർഡ് മാർട്ടിൻ്റെ ആ ഒരു ക്രോസ്, ബോക്സിൽ നിന്നുള്ള ലോ ക്രോസ് എറിക് ഗാർസിയ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആണ്. എറിക് ഗാർസിയ അവിടെ ഫിനിഷ് ചെയ്യണം. നേരെ മറിച്ച് അവിടെ സോമർ സമ്മതിക്കൂലടാ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ചാടി അദ്ദേഹം സേവ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ബോഡി പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് നീങ്ങിയിട്ടാണ് ലെഫ്റ്റിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത്. ആളവിടെ ഒരു ഗ്യാമ്പിൾ എടുത്തതാണ്. പക്ഷേ അതൊരു ഫാന്റാസ്റ്റിക് സേവാണ് ആ ഒരു സിനാരിയിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഗാർസിയെ സംബന്ധിച്ചോളം അദ്ദേഹം കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് ഫിനിഷ് ചെയ്യാമായിരുന്നു. ആൾക്ക് വേണമെങ്കിൽ ആൾ തലയിൽ കൈവച്ച് നിലത്ത് വീണെടുക്കുകയായിരുന്നു. എന്തായാലും അത് ആ മൊമെൻറ്റ് കഴിയുന്നു. പക്ഷേ അവിടെ മൊമെൻറ്റം ബാഴ്സലോണയുടെ അടുത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഇതിനിടയിൽ എന്താണ് ഡിമാർക്കോ പിൻവലിച്ചിട്ട് അഗുസ്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുറച്ചുകൂടി ബെറ്റർ ഡിഫൻഡറാണ് അഗുസ്റ്റോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അധികം വൈകാതെ തന്നെ ബാഴ്സലോണ ഗോൾ അടിക്കുകയാണ്, ഈക്വലൈസർ അടിക്കുകയാണ്. അത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ റൈറ്റ് സൈഡിൽ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ ഒരു ഫൗള്, ഒരു ഫ്രീ കിക്ക് കൺസിഡർ ചെയ്യാണ് ഇന്റർ മിലാൻ. അതൊരു ഫ്രീ കിക്ക് അല്ല അത്. കാരണം വെച്ചാൽ ബസ്തോനി അവിടെ ലെമീൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഫ്രീ കിക്കായിട്ട് കൊടുക്കുന്നു, ഫൗൾ കൊടുക്കുന്നു. ആ ബോൾ പിന്നെ ഇന്റർ മിലാൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക് വന്നപ്പോൾ. പക്ഷേ അഗൈൻ അത് ബാഴ്സലോണ തന്നെ റീസൈക്കിൾ ചെയ്യുന്നു. എന്നതിന് ശേഷം ആ ബോൾ ലെഫ്റ്റിലേക്ക് നീക്കി കൊടുക്കുകയാണ് ജെറാർഡ് മാർട്ടിനിലേക്ക്. അപ്പോൾ ജെറാർഡ് മാർട്ടിൻ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ആ ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്പേഴ്സ് ഓൾറെഡി ബോക്സിലുണ്ട് ആ ഫ്രീ കിക്കിനായിട്ട്. അപ്പോൾ അവിടെ ഡാനി ഓൾമോയുടെ ആ ഒരു ഡീപ്പ് റണ്ണ് അത് ഇന്ററിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഗ്രേറ്റ് ഹെഡർ അതാണ് പറഞ്ഞത്. ജെറാർഡ് മാർട്ടിനും ഡാനി ഓൾമോയും ഫസ്റ്റ് ഹാഫിൽ ഓഫുൾ പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തതിൽ 2 പേര് കമ്പൈൻ ചെയ്തിട്ട് ഈക്വലൈസർ അടിച്ചിരിക്കുകയാണ്. വാവ്. അങ്ങനെ എന്താണ് ബാഴ്സലോണ ഫാൻസ് ഇങ്ങനെ
ത്രില്ലായിട്ടുണ്ടാവും. എന്താ സാധനം ഇത്, അതായത് വീണ്ടും മറ്റൊരു കമ്പാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മൊമെൻറ്റം ഫുൾ ബാഴ്സലോണയോടൊപ്പം. അങ്ങനെ പിന്നെ വളരെ റെയറായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇന്റർ മിലാൻ നടത്താൻ സാധിച്ചു. ലൗതാറോ മാർട്ടിനസിന് ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഒരു ഹാഫിലെ അടുത്ത് ഇന്റർ മിലാൻ രീതിയിൽ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ട് ലൗതാറോ മാർട്ടിനസിന് റൈറ്റിലൂടെയാണ് ഇന്ന് ഡംഫ്രീസിനെ പിക്ക് ചെയ്യാമായിരുന്നു. ഡംഫ്രീസിനാണോ തുറാമാണോ എന്ന് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. പക്ഷേ അതൊരു അണ്ടർ കുക്ക്ഡ് പാസ്സായിരുന്നു. ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൗതാറോയുടെയൊക്കെ വെടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മത്സരത്തിന് ശേഷം പറയുന്നത് വെച്ചാൽ ചെങ്ങായി കരയായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ലേക്ക് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട്. എങ്ങനെയെങ്കിലും സെക്കൻഡ് ലേക്ക് കളിക്കണം. ഫുട്ബോൾ അത്രത്തോളം വലുതാണ് ചെങ്ങായിക്ക്. അപ്പോൾ ഇന്റർ മിലാൻ്റെ കപ്പിത്താനാണ് ചെങ്ങായി. അപ്പോൾ ഈ ഒരു മത്സരത്തിനായിട്ട് എങ്ങനെയെങ്കിലും ഫിറ്റാവുന്ന രീതിയിലാണ് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫിറ്റായി മാത്രമല്ല ഒരു ഡിഫറൻസ് മേക്കറും ആയി എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു. പക്ഷേ ആൾക്ക് അധികം അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെടി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് പിന്നീട് ഇൻസാഗി മനസ്സിലാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിനിടയിൽ ഡാനി ഓൾമോ പൊസിഷനൊക്കെ വിൻബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബിസേക്കിൻ്റെ അടുത്ത് പൊസിഷൻ വിൻബാക്ക് ചെയ്തിട്ട് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിസേക്കിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നത് ഇന്റർ മിലാൻ്റെ ഏരിയയിലാണ്. എന്നിട്ട് അത് റഫീനിയെ കൊടുക്കുന്നു. റഫീനിയെ സംബന്ധിച്ചിടത്തോളം ഓൾമോയെ തന്നെ അദ്ദേഹം പിക്ക് ചെയ്യുന്നു. പക്ഷേ ഓൾമോയുടെ ഫിനിഷ് വാസ് ഓഫുൾ. അയാൾ പാസിന് അറ്റംപ്റ്റ് ചെയ്താണോ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്താണോ കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും അത് ഓഫുൾ സംഭവമായിരുന്നു. ബരേലയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾമോ. ഈ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ ഒരു പെനാൽറ്റി ഷൗട്ട് ലമീൻ യമാലിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു. പെനാൽറ്റി വിൻ ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മെക്കതാരിയൻ്റെ ഓഫുൾ ചാലഞ്ച് നമ്മൾ കണ്ടതാണ്. അവിടെ എങ്ങനെയാണ് ഇന്ററിനെ സംബന്ധിച്ചോളം ഇന്ററിൻ്റെ ഏരിയയിൽ അവർ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ചലനോലുവിൻ്റെ ഒക്കെ വെടി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചലനോലുവൊക്കെ സ്ലോപ്പി ആകുന്നുണ്ടായിരുന്നു. എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. മെക്കറ്റാരിനും എല്ലാം കിട്ടിയില്ലേ ആ ഒരു ചലഞ്ചിന്. എന്തായാലും എന്താ സംഭവം എന്ന് വെച്ചാൽ ചലനോലു തിരിച്ചത് മെക്കറ്റാരിന് കൊടുത്താണ്. അവിടെ ക്യൂട്ട് പാസിനുള്ള ശ്രമം, ബിൽഡപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ഇന്റർ മിലാൻ. പക്ഷേ ചലനോലു തിരിച്ചു കൊടുത്ത പാസ്, മെക്കറ്റാരിന് കൊടുത്ത പാസ് ലമീനിലേക്കാണ് പോയിരുന്നത്. ലമീൻ അതുമായിട്ട് ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പം മെക്കറ്റാരൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഫൗൾ ചെയ്യാന്നുള്ളതാണ് ചിന്തിച്ചത്. കാല് വെച്ചു, വീണു, പെനാൽറ്റി കൊടുക്കുന്ന റെഫറി. പക്ഷേ VR ഇടപെട്ടിട്ട് അത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നാണ് കോൺടാക്ട് തുടങ്ങുന്നത്, ഫൗൾ തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മേൽത്തേക്കുന്നു. അവിടെ ഇന്റർ മിലാൻ രക്ഷപ്പെട്ടു പോയതാണ്, ചലനോലു രക്ഷപ്പെട്ടു പോയതാണ്, മെക്കറ്റാരിയൻ രക്ഷപ്പെട്ടു പോയതാണ്. ആ ഫ്രീ കിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇന്റർ മിലാന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തരേമിയും ഡാർമിയാനും വരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? ലൗതാറോയും ബിസേക്കും പോകുന്നു. അപ്പോൾ ഡാർമിയാൻ ഒരു RCB ആയിട്ട് കളിക്കുകയാണ്. ഡംഫ്രീസ് റൈറ്റ് വിംഗ് ബാക്കായിട്ട് തന്നെ തുടരുകയാണ്. ഡാർമിയാനൊക്കെ ഒരു കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങയാണ്. അവിടെ ഫ്ലോപ്പ് എന്ന രീതിയിലൊക്കെ ലേബിൾ ചെയ്യപ്പെട്ടുള്ള ചങ്ങയാണ്. ഇപ്പോൾ ഇന്റർ മിലാന് വേണ്ടിയിട്ട് ഫൈനൽ കളിക്കാൻ പോവാണ്. അതാണ് ചില പ്ലേയേഴ്സിന് ചില എൻവയോൺമെൻറ്റ് സെറ്റ് ആവില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ചസ് ആയിരുന്നു. തരേമി വരുന്നു. തരേമി അതോടുകൂടിയിട്ട് കുറച്ചുകൂടെ ഏരിയൽ പ്രസൻസ് ആയി. ഇനി കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്യാൻ പറ്റും ഇന്റർ മിലാനെ സംബന്ധിച്ചോളം. അത് തന്നെയാണ് പിന്നീട് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് എഫേർട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അതായത് ലൗതാറോ മാർട്ടിനസിന് കാര്യമായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. തരേമി നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ എഫേർട്ട് ഉണ്ടായിരുന്നു ആ ഒരു ക്രൗഡിന് മുമ്പിൽ. അതേപോലെ തന്നെ ഡാർമിയാനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലമീൻ യമാലിൻ്റെ ഷോട്ട് 76ാമത്തെ മിനിറ്റിൽ ലമീൻ യമാൽ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡിൽ വന്നിട്ട് പാസ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്റർ മിലാൻ വിചാരിക്കുന്നത്. പക്ഷേ നോ രക്ഷ. ഒരു കിടിലൻ സാധനം, ഒരു കേളർ സാധനം അറ്റംപ്റ്റ് ചെയ്യുന്നത് സോമർ സേവ് ചെയ്യുന്നു. അത് ആ ഒരു ഷോട്ട് ജഡ്ജ് ചെയ്യാൻ സോമർ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. കാരണം എങ്ങനെയാണ് അത് കേൾ ചെയ്യാൻ പോകുന്നുള്ളത് ഏകദേശം സോമർ മനസ്സിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു ഗ്രേറ്റ് സേവാണ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 80ാമത്തെ മിനിറ്റിൽ ഇൻസാഗി മറ്റു ചേഞ്ചസ് കൂടി വരുത്തുകയാണ്. അത് ഫ്രട്ടേസിയെ കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ സെലൻസ്കിയെ കൊണ്ടുവരുന്നു. അത് മിഡ്ഫീൽഡിൽ വെടി തീർന്ന രണ്ടെണ്ണത്തിനെയും പിൻവലിക്കുകയാണ്. ഗ്യാസ് തീർന്നു, എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹക്കാൻ ചലനോലുവാണെങ്കിലും മെക്കറ്റാരിയൻ ആണെങ്കിലും. അപ്പോൾ ഫ്രട്ടേസിയുടെ എനർജി, സെലൻസ്കിയുടെ ഓൺ ദ ബോൾ എബിലിറ്റിയും എനർജിയും അത് പിന്നീട് ഡിഫറൻസ് മേക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം കംപ്ലീറ്റ് മൊമെൻറ്റം ബാഴ്സലോണയ്ക്ക് ഒപ്പമായിരുന്നു. കംപ്ലീറ്റ് മൊമെൻറ്റം ഇപ്പോൾ അടിക്കുന്ന രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊമെൻറ്റം ഒന്ന് തിരിച്ചു പിടിക്കണം. കുറച്ച് നേരെങ്കിലും ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ എക്സ്ട്രാ എഫേർട്ട് ഓഫ് ദ ബോൾ ഇടാൻ ഇവന്മാരുടെ എനർജി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കരുതിക്കൊണ്ട് തന്നെയാണ് ഇൻസാഗി ആ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചേഞ്ച് വരുത്തി ഉടനെ തന്നെ 81ാമത്തെ മിനിറ്റിൽ ഇന്ററിൻ്റെ ആ ഒരു ഡയഗണൽ പാസ് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ ചങ്ങായിക്ക് തന്നെ. ഡംഫ്രീസ് ഓടുകയാണ്. ഡംഫ്രീസ് എന്നിട്ട് ബോക്സിലേക്ക് ഇത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രട്ടേസിയുടെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ വളരെ റെയറായിട്ടാണ് ഇന്റർ മിലാൻ്റെ സെക്കൻഡ് ഹാഫിൽ അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ചാൻസ് ആയിരുന്നു. ഫെർമീൻ വരികയാണ് ഓൾമോക്ക് പകരമായിട്ട്. ഓൾമോ സെക്കൻഡ് ഹാഫിൽ മോശമില്ലാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഷെസ്നിയുടെ സ്വീപ്പിംഗ് ഈ മത്സരത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചങ്ങായി സ്വീപ്പ് ചെയ്തത്. ഒരു സ്വീപ്പർ കീപ്പർ എന്ന രീതിയിൽ ഒരുപാട് നല്ല ഡിസിഷൻസ് ഷെസ്നി എടുത്തിട്ടുണ്ട്. റിട്ടയർ ചെയ്ത ചങ്ങയാണ്. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ നല്ല രീതിയിലുള്ള പണിയെടുക്കുകയാണ്.
അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്റർ മിലാൻ ചിലപ്പോഴൊക്കെ, പക്ഷേ അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഷെസ്നിയുടെ സ്വീപ്പിംഗ് വാസ് ഫാന്റാസ്റ്റിക്. പിന്നെ ഈ റഫീനിയുടെ ഗോൾ വരുന്നതിന് തൊട്ട് മുമ്പ് തുറാമിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് ബോളിലൂടെ ഇന്റർ മിലാൻ. തുറാമിന് പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഷെസ്നി സ്വീപ്പ് ചെയ്തിട്ട് അത് ഞാൻ ക്ലിയർ ചെയ്യുന്നു. അതപ്പുറത്ത് ഗോളായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗോള് ലമീൻ്റെ അടുത്ത് നിന്ന് ബോൾ ഇന്റർ മിലാൻ വിൻ ചെയ്തിട്ടുണ്ട്. ലമീൻ്റെ അടുത്ത് നിന്ന് പൊസഷൻ അവിടെ നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെയുള്ള പെഡ്രിയുടെ കൗണ്ടർ പ്രസ്, പെഡ്രിയാണ് അവിടെ ബോൾ വിൻ ചെയ്യുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. പെഡ്രി അസാധ്യ ഫുട്ബോളറാണ്. അങ്ങനെ ആ ബോൾ വിൻ ചെയ്യുന്നു. പെഡ്രി റഫീനിയെ പിക്ക് ചെയ്യുന്നു ലെഫ്റ്റിലൂടെ. റഫീനിയ പിന്നെ അധികം ഷോട്ട് അൺലീഷ് ചെയ്യാനുള്ള അവസരങ്ങൾ അധികം കിട്ടിയിട്ടില്ല. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കാണുന്നു. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. സോമർ സേവ് ചെയ്യുന്നു. പക്ഷേ റീബൗണ്ട് റഫീനിയിലേക്ക് തന്നെ ചെന്ന് വീഴാണ്. റഫീനിയ റൈറ്റ് ഫുട്ട് കൊണ്ട് വീണ്ടും ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് കോർണറിലേക്ക് പോയി ഉരുണ്ട് വീണു. അവിടെ ഫെറാൻ ടോറസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഫെറാൻ ടോറസിനൊന്നും കാര്യമായിട്ട് നല്ല ഗെയിം അല്ലായിരുന്നു. അത് വേറെ കാര്യം, അതെടുത്ത് പറയുന്ന സംഭവമാണ്. ഫെറാൻ ടോറസ് അതിൽ ടച്ച് ചെയ്യാണ്ട്, കാരണം ഓഫ് സൈഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്, ടച്ച് ചെയ്യാണ്ട് മാറി നിന്നു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. അങ്ങനെ 3-2 പാസ് വിചാരിച്ച് കംബാക്ക് നടത്തിയാണ്. പെഡ്രി പോയിട്ട് ഇന്റർ മിലാൻ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പെഡ്രി ചില റെഫറിങ് ഡിസിഷനിലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു മൊത്തത്തിൽ. പക്ഷേ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്യണം ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ. കാരണം കളി തീർന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. കളി കഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയല്ല കളിക്കിടയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവസാന വിസിൽ മുഴങ്ങുന്നവരെ ഫുട്ബോളിൽ എന്തും സംഭവിക്കാം. ഫുട്ബോൾ അത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അത് തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ. അച്ചെർബിയുടെ ഗോൾ വരുന്നു. ആ ഗോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ, അതായത് ഇന്റർ മിലാൻ മത്സരത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. 5 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 5 മിനിറ്റ്. അപ്പോൾ അതിൽ 2 മിനിറ്റ് കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ ബാസ്റ്റോണിയുടെ ത്രോ വരുന്നു ബോക്സിലേക്ക്. ആദ്യത്തെ ത്രോ വീണ്ടും ത്രോ ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ ത്രോ വരുന്നു. അതിന് മുമ്പ് ഒരു ഫ്രീ കിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് അച്ചെർബിയൊക്കെ ബോക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ ഈ ത്രോ വന്നപ്പോൾ അത് ബാഴ്സലോണ ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം ലമീൻ യമാൽ റൈറ്റിൽ നിൽക്കുന്ന ലമീൻ യമാലിലേക്ക് കിട്ടിയിരുന്നു. ലമീൻ യമാൽ അതുമായിട്ട് പാഞ്ഞു പോയി. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ആ ഒരു ഷോട്ട്, ആ ഒരു ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് നമ്മൾ കാണുകയാണ്. ആ ഒരു അറ്റംപ്റ്റ് അത് പോസ്റ്റിൽ തട്ടിപ്പോയി. അവിടെ വേണമെങ്കിൽ അവിടെ പെഡ്രിയുമായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് ലമീൻ യമാലിലേക്ക് ബോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ ലമീനിന് കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോകാമായിരുന്നു. പക്ഷേ സ്റ്റിൽ അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നിയർ പോസ്റ്റിലേക്കാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പോസ്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അത് ഇന്റർ ക്ലിയർ ചെയ്യുന്നത് ത്രോയിലേക്കാണ് പോയിരുന്നത്. അങ്ങനെ ബാഴ്സലോണയുടെ ത്രോയിനാണ്. ബാഴ്സലോണയ്ക്ക് അവിടെ പൊസഷൻ കീപ്പ് ചെയ്യുക എന്നുള്ള ദൗത്യമുള്ളത്. ഒന്നെങ്കിൽ പൊസഷൻ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ താഴോട്ടിറങ്ങിയിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഇവർ അവിടെ പൊസഷൻ ഗിവ് അവേ ചെയ്യുന്നു. ഇന്റർ മിലാൻ എന്നിട്ട് ആ ബോൾ പിന്നെ സോമർ പാസ് ചെയ്ത് കൊടുക്കുന്നു. സോമർ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ലോങ് കിക്ക് എടുക്കുന്നു. ലോങ് കിക്ക് എടുക്കുന്നത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണ പ്ലേയേഴ്സ് പകുതിയോളം ഇന്റർ മിലാൻ്റെ ഹാഫിലാണ്. ഇത് ഇനി 2-2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്തിനാ അവിടെ പോയി നിൽക്കണം? ഡിഫെൻഡ് ചെയ്യേ. അതായത് ഫെറാൻ ടോറസിനെ പിൻവലിച്ച് ലെവൻഡോസ്കിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അവസരത്തിൽ. പിന്നെ ഹാൻസി ഫ്ലിക്ക് വേറൊരു ഡിഫൻഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മറ്റൊരു ചോദ്യമുള്ളത്. വേണമെങ്കിൽ ക്രിസ്ത്യൻസിനെ കൊണ്ട് നോക്കാമായിരുന്നു. അവിടെ ഇത്രേ ഉള്ളൂ. ഇനി 2-2.5 മിനിറ്റേ ബാക്കിയുള്ളൂ ഇഞ്ചുറി ടൈമിൽ. അപ്പോൾ അവിടെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എവിടേക്കെങ്കിലൊക്കെ ബോൾ അടിച്ച് കളയുക, ടൈം വേസ്റ്റ് ചെയ്യുക, അതാണ് ഗെയിം മാനേജ് ചെയ്യേണ്ട ഒരു പണിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ലെവൻഡോസ്കിയുടെ ഹൈറ്റൊക്കെ ഉപകാരപ്പെടുന്നുള്ളൊരു ചിന്തയിലിൻ്റെ പുറത്ത് തന്നെയായിരിക്കണം അതിലുള്ള ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഏരിയൽ ഡ്യൂലേക്ക് വിൻ ചെയ്യണമെങ്കിൽ താഴോട്ടിറങ്ങി നിൽക്കണ്ടേ? പകരം ഇവരൊക്കെ ഇന്റർ മിലാൻ്റെ ഹാഫിലാണ്. ആ ഒരു അവസരത്തിൽ അങ്ങനെ എന്തിന് ഡിഫെൻഡ് ചെയ്യണം? അങ്ങനെയല്ല ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫിലോസഫിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു അവസരത്തിലും പ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ചിന്ത, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ബുദ്ധി ഉപയോഗിക്കണം. ഇതൊരു ബിഗ് സെമി ഫൈനൽ മത്സരമാണ്, ജയിച്ച് നിൽക്കുകയാണ്. അവിടെ ആ ലോങ് ബോൾ വന്നപ്പോൾ ഏരിയൽ ഡ്യൂവിൽ ആദ്യം വിൻ ചെയ്യുന്നത് ബാഴ്സലോണ. പക്ഷേ സെക്കൻഡ് ബോൾ അവിടെ തുറാം വിൻ ചെയ്യുന്നു. അഗെയിൻ തുറാമിൻ്റെ ഇമ്പാക്റ്റ്. തുറാം എന്നതിന് ശേഷം അത് ഡംഫ്രീസിന് കൊടുത്തപ്പോൾ ആ പാസ് അത്ര മേച്ചൊരു പാസ്സല്ല. അത് ജെറാർഡ് മാർട്ടിൻ അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ജെറാർഡ് മാർട്ടിൻ ഡിഫെൻഡ് ചെയ്യുന്ന അദ്ദേഹം വിചാരിക്കുന്നു. പക്ഷേ ഡംഫ്രീസ് അദ്ദേഹത്തിൻ്റെ ഇടുന്ന ആ ബോൾ വിൻ ചെയ്യുകയാണ്. അവിടെ അഗെയിൻ ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്, ഫൗളാണോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൗൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ കൃത്യമായിട്ട് ഡംഫ്രീസ് കാലിൽ ക്ലിപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ഒരു ഗോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമായിട്ട് ചിലപ്പോൾ വേറെ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്കതൊരു ഫൗൾ പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജെറാർഡ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ചങ്ങായിക്ക് വേണമെങ്കിൽ അടിച്ച് കളയായിരുന്നു. അത് സാൻ സീറോക്ക് പുറത്തേക്ക് അടിച്ച് കളയായിരുന്നു. അത് പുള്ളിക്കാരൻ ചെയ്തില്ല. അതൊക്കെ ആ ഒരു ഇൻഎക്സ്പീരിയൻസിൻ്റെ പ്രശ്നം കൂടിയാണ്. എന്തായാലും അവിടെ പോർ ഡിഫെൻഡിങ് ആണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. ഡംഫ്രീസ് ക്രോസ് കൊടുക്കുന്നു റൈറ്റിൽ നിന്ന്, അച്ചെർബി അത് ഫിനിഷ് ചെയ്യുന്നു.
അഗെയിൻ ആ ക്രോസ് തടയാൻ സാധിക്കുന്നില്ല. കുബാർസിയുടെ പൊസിഷൻ, അതേപോലെ തന്നെ അറൂഹോയുടെ ഡിഫെൻഡിങ് അഗെയിൻ ക്ലൂലെസ് ആണ്. അച്ചേരി ഒരു സ്ട്രൈക്കറിനെ പോലെ അവിടെ ഫിനിഷ് ചെയ്യുന്നു. വാട്ട് എ ഫിനിഷ്. അപ്പോൾ ഈ ഡംഫ്രീസ് എന്ന് പറയുന്ന ഈ ചെങ്ങായി ഓവർ ദ 2 legs 2 ഗോൾ അടിക്കുന്നു, 3 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. 7 ഗോൾ അടിച്ചതിൽ 5ലും ഡംഫ്രീസിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഡെൻസൽ ഡംഫ്രീസ് എന്ന് പറയുന്ന റൈറ്റ് വിങ് ബാക്ക് ഇൻസാഗയുടെ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. ബാഴ്സലോണയ്ക്ക് ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല. ഒപ്പം 2 ലെഗിലും തുറാമിൻ്റെ ഇമ്പാക്റ്റോ അത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ചങ്ങായി മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെഗിൽ പൂർണ്ണമായിട്ട് ഫിറ്റൊന്നും ആയിരുന്നില്ല ആൾ. സെക്കൻഡ് ലെഗിലും ആളുടെ ഇമ്പാക്റ്റ് 120 മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഗ്രേറ്റ് ഹോൾഡ് അപ്പ് പ്ലേ, ഗ്രേറ്റ് ലിങ്ക് അപ്പ് പ്ലേ. മാത്രമല്ല ആ സാൻസിറിലെ ക്രൗഡ് ആ ഒരു എക്സ്ട്രാ ഊർജ്ജം എല്ലാ പ്ലേയേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോയപ്പോൾ ഫ്രട്ടേസിയുടെ ആ ഒരു വിന്നിംഗ് ഗോൾ വന്നു. ഫ്രട്ടേസിയുടെ ഗോളിലുള്ള അരൂഹോയുടെയൊക്കെ വളരെ മോശം ഡിഫെൻഡിങ്ങും ബുദ്ധിയില്ലായ്മയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. തുറാമിൻ്റെ ബ്രില്യൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. അത് പാർട്ട് 1 അതൊക്കെ സംസാരിച്ച സംഭവമാണ്. പിന്നെ അരൂഹ എങ്ങനെയാണ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനീഗോ മാർട്ടിൻസിന് പകരക്കാരനായിട്ടാണ്. ഇനീഗോക്ക് ഒരു യെല്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇനീഗോയുടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ട്വിറ്ററിലൊക്കെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗോൾ ഇന്റർ മിലാൻ അടിച്ചപ്പോൾ അച്ചേർബിക്ക് നേരെ തുപ്പിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അത്തരത്തിലൊരു ക്ലിപ്പ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് റെഫറിമാർ കാണാത്തത് ഇനീഗോയുടെ ഭാഗ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും അരൂഹോ വളരെ മോശം പെർഫോമൻസ് വീണ്ടും മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് മത്സരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം തന്നെ ലെവൻഡോസ്കിക്കൊക്കെ നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? മറ്റാരുമല്ല, ലമീൻ യമാൽ തന്നെ. ആ ഒരു ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോസ് അത് ലെവൻഡോസ്കി ഹെഡ് ചെയ്തു. പക്ഷേ അത് ഹെഡ് ചെയ്ത് പുറത്തേക്കാണ് ഹെഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ലമീൻ യമാൽ തന്നെ സോമറിനെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. സോമർ ഗ്രേറ്റ് സേവുകൾ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, ഇത് ഒരു ഗ്രേറ്റ് ബാറ്റിലായിരുന്നു. ആ ബാറ്റിലിൻ്റെ ഒടുവിൽ ഇന്റർ മിലാൻ്റെ ആ ഒരു റെസിലിയൻസ്, ആ ഒരു ഗ്രിറ്റ്, അതിലൂടെ അവർ സർവൈവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻസാഗി എന്ന് പറയുന്ന കോച്ചിൻ്റെ ചേഞ്ചസ് സ്പോട്ട് ഓൺ ആയിരുന്നു. ഫ്ലിക്കിൻ്റെ ചേഞ്ചസ് അത്ര നല്ലതായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം ലമീൻ യമാലിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലോ എക്സ്ട്രാ ടൈമിൽ, അതിലുള്ള ലെവയുടെ ആ ഒരു ടേൺ വാസ് ബ്രില്യൻറ്റ്. എന്നിട്ട് പുള്ളിക്കാരൻ റഫീനിയെ കൊടുക്കുന്നു. റഫീനിയുടെ പാസ് വാസ് എക്സലൻറ്റ്. എന്നിട്ടാണ് ലമീന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ആ ഒരു കേളർ സാധനം അടിച്ചത്. അത് സോമർ സേവ് ചെയ്യുന്നു. അവിടെ ലമീൻ അങ്ങനെ കട്ട് ഇൻസൈഡ് ചെയ്യും, അങ്ങനെ ഒരു കേളർ അടിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സോമറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അതൊരു വല്ലാത്തൊരു സേവ് തന്നെയാണ്. ടോപ്പ് ബെഞ്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സോമർ ചാടി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫിംഗർ ടിപ്സ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഭവമാണ്. ബിഗ് ട്രോഫികൾ അടിക്കണമെങ്കിൽ കീപ്പർമാർ അസാധ്യ സേവുകൾ പുൾ ഓഫ് ചെയ്യേണ്ടി വരും ഓവർ ദ കോഴ്സ് ഓഫ് ദ സീസൺ, അല്ലേ? അപ്പോൾ ഇവിടെ 6 മില്യൺ കൊടുത്തുകൊണ്ടാണ് ബയണിൽ നിന്നും സോമറിനെ സൈൻ ചെയ്തത് ഇന്റർ മിലാൻ. വാട്ട് എ സൈനിങ്. ഇനി ഫൈനലിൽ ചങ്ങായിക്ക് സേവുകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം. ഇവിടെ ചില ആളുകളൊക്കെ ചിലപ്പോൾ പറയും, എന്താണ് ഡിഫെൻസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കീപ്പറല്ലേ രക്ഷിച്ചത് എന്നുള്ളത്. ഡിഫെൻസിനും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫെൻസും മികച്ച രീതിയിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പുറത്തും നല്ല പ്ലെയേഴ്സ് അല്ലേ അവർ. ആ ഡിഫെൻസിനെ കാർ ഓപ്പൺ ചെയ്യുന്ന അവസരത്തിൽ കീപ്പർ സേവുകൾ പുൾ ഓഫ് ചെയ്യും. ഈ കീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, തവിട് കൊടുത്ത് മേടിച്ച ആൾക്കാരാണോ? അല്ലല്ലോ, കീപ്പർ ആ ടീമിൻ്റെ ആൾ തന്നെയല്ലേ. അപ്പുറത്തും കീപ്പർ ഉണ്ടായിരുന്നില്ലേ. 4 ബിഗ് ചാൻസസ് ആണ് ഇന്റർ മിലാൻ ക്രിയേറ്റ് ചെയ്തത്, 4 ഒരു ഗോളാക്കി. ഇപ്പുറത്ത് 6 ബിഗ് ചാൻസസ് ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തതിൽ അവർ 4 മിസ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ക്ലിനിക്കില്ലാത്ത പ്രശ്നം. അതോടൊപ്പം തന്നെ സോമർ എന്ന് പറഞ്ഞ കീപ്പറിൻ്റെ സേവുകളുടെ മഹത്വം കൂടിയാണ്. അപ്പോൾ കീപ്പറിന് ഡിഫറൻസ് മേക്കർ ആകാൻ പറ്റും. കീപ്പറും ആ ടീമിൻ്റെ ആൾ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അപ്പോൾ കീപ്പറുകൾ സേവുകൾ പുൾ ഓഫ് ചെയ്യുമ്പോൾ അതിനെ ലക്ക് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കീപ്പറും ആ ടീമിൻ്റെ ആൾ തന്നെയാണ്, അല്ലേ? 11 ഒരാളാണ്. 11 പേരാണ് കളിക്കുക, ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുക, അതിലൊരാളാണ്. പിന്നെ റഫീനിയെ സംബന്ധിച്ചിടത്തോളം മൊമെൻസുകളിൽ ഈ മത്സരത്തിലും അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ അദ്ദേഹം മൊമെൻസിലാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പലതും ക്ലച്ച് മൊമെൻറ്റ്സ് ആയിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെയും ഈ സെമി ഫൈനൽ ടൈലും 2 ലെഗിലും ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വിന്നർ ചങ്ങായി അടിച്ചു എന്നുള്ളതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ വൺ ഓഫ് ദി ഗ്രേറ്റ് ഇൻഡിവിജ്വൽ ക്യാമ്പയിൻസ് ആണ് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ ആൾ 13 ഗോളുകൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അടിച്ചിട്ടുണ്ട്. 8 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 21 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ കീ പാസസ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ നടത്തിയുള്ള ആൾ റഫീനിയാണ് 38. മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തുള്ള ചങ്ങായിയാണ് 13. പിന്നെ ഒരു സിംഗിൾ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ജോയിൻറ്റ് മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ കൂടിയാണ് 21 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമൊന്നുമല്ല. പിന്നെ എന്താണ്, ആൾ ശ്രമിച്ചിട്ടുണ്ട്. അലഹാൻഡ്രോ ബാൽഡയുടെ ഒക്കെ ആബ്സെൻസ് അദ്ദേഹത്തിൻ്റെയും ഗെയിമിനെ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡീപ്ലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അടുത്ത സീസണിലും റഫീനി അവിടെ ഉണ്ടാകും തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് സീസണായിരുന്നു. അദ്ദേഹത്തിന് അത് തുടരാൻ സാധിക്കുമെന്ന് കണ്ടറിയാം. പക്ഷേ എന്തായാലും അവർക്കൊരു ക്ലാസിക്ക് കൂടി ഉണ്ട്. അപ്പോൾ ആ ക്ലാസിക്കിൽ എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ വലിയൊരു ആകാംക്ഷയുണ്ട്. പിന്നെ ലമീൻ ചില സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് പ്രിഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രിഡിക്റ്റബിൾ ആണെങ്കിലും പിടിച്ചാൽ കിട്ടുന്നില്ല. പണ്ട് റോബനും ഇതേ രീതിയിലായിരുന്നു. നമുക്കറിയാം റോബൻ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോബനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല നടത്തുന്നത്. പക്ഷേ റോബൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ലമീനെ സംബന്ധിച്ചിടത്തോളം ജനറേഷണൽ ടാലൻ്റാണ് എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷേ ഒബ്വിയസ്ലി ഇനി ടീമുകൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യും, ഡിഫൻഡർമാർ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യും. പക്ഷേ ചെക്കൻ്റെ മെൻറ്റാലിറ്റിയും കിടലാണ്. അപ്പോൾ അതുകൊണ്ട് ആളുടെ ഗെയിമിൽ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ട്. ക്ലിനിക്കൽ നേച്ചർ ഇനിയും വരാനുണ്ട്. ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പിന്നെ ഒരു 1v1 ഓപ്പർച്യൂണിറ്റി ഒക്കെ കീപ്പറുമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? 90 മിനിറ്റ് കഴിയുന്നതിന് മുമ്പായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി, ആ ഒരു ക്ലിനിക്കൽ നേച്ചർ കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മൾ സംസാരിക്കുന്നത് 18 വയസ്സ് പോലും ആകാത്തൊരു ചെക്കനെ കുറിച്ചിട്ടാണ്. ഇപ്പോഴും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണതയിലേക്ക് എത്തും എന്താകും ഈ ചെക്കൻ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എക്സെപ്ഷണൽ ടാലൻ്റാണ്. പണ്ട് ജോസെ മൗറിനോയുടെ ഇന്റർ മിലാൻ പെപ് ഗോർഡിയയുടെ പ്രൈം ബാഴ്സലോണ സൈഡിനെ പരാജയപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇൻസാഗിയുടെ ഇന്റർ മിലാൻ ഹാൻസി ഫ്ലിക്കിൻ്റെ യങ് ആയിട്ടുള്ള ആ ഒരു ബാഴ്സലോണ സൈഡിനെ ഒരു പ്രൈം ടീമെന്ന് വിളിക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ച് പിള്ളേരും കൊണ്ടാണ് ഹാൻസി ഫ്ലിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും ആ ബാഴ്സലോണ സൈഡിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തിയിരിക്കാൻ ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ കടക്കാൻ പറ്റുമോ കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.